നിങ്ങളില്ലേ ഇഫ്താറിന് ഓയിൽ കുറവുള്ള റെസിപ്പീസ് നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്നാക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഞാൻ ഇതേപോലെ കഴിഞ്ഞ വർഷത്തെ നോമ്പിനാണ് ഇങ്ങനെ സെർച്ച് ചെയ്തപ്പം കണ്ടുപിടിച്ച ഒരു ബണ്ണാണ് കേട്ടോ ഇത്. അന്ന് ഞാൻ ചിക്കൻ അകത്ത് ഫില്ലിങ് വെച്ചിട്ടായിരുന്നു ഇത് ഉണ്ടാക്കിയത് കേട്ടോ. നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ഇത്തവണ നമുക്ക് ബീഫ് വെച്ചിട്ടൊന്ന് റെഡിയാക്കി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മാവ് കുഴച്ചെടുക്കണം. അപ്പം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് പൊങ്ങി വരാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കണം. അപ്പോൾ അതേ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കവർ ചെയ്ത് വെച്ചിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ ഫില്ലിങ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ബട്ടറും ഓയിലും കൂടെ ചൂടാക്കിയിട്ട് ജിഞ്ചർ ഗാർലിക്കും അതേപോലെ തന്നെ സവാളയും കൂടി ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പും ഈ കാണുന്ന മസാലകളെല്ലാം ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് സോയാ സോസും ചില്ലി സോസും പിന്നെ റെഡ് ക്യാപ്സിക്കും. ബീഫ് ഞാൻ ഇതേപോലെ കുക്ക് ചെയ്തെടുത്തതാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രൈ ചെയ്ത ബീഫും എടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ചെറിയ ബോൾസ് ആക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് ബോൾസ് പരത്തിയിട്ട് അതിനകത്ത് ഫില്ലിങ് വെച്ച് കൊടുക്കാം കേട്ടോ. വേണമെങ്കിൽ ഇതിൽ ചീസ് ചേർക്കാം. ഇനി ചീസ് ഇല്ലെങ്കിലും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഞാൻ ഈ ചിക്കൻ്റെത് ചെയ്യുമ്പോൾ സാധാരണ ചീസ് ഇടാതെയായിരുന്നു ചെയ്തിട്ടുള്ളത്. ഇന്നിപ്പോൾ ഏതായാലും ഫ്രിഡ്ജിൽ ചീസ് ഉള്ളതുകൊണ്ട് അതും കൂടെ ഒന്ന് വെച്ച് നോക്കാമെന്ന് ഓർത്തു. മൊസറല്ല ചീസാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതേപോലെ നമുക്ക് കവർ ചെയ്തിട്ട് മേലെ നമ്മൾ എഗ് വാഷ് ചെയ്യണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് മുട്ടയുടെ മഞ്ഞയും വെള്ളയും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. പിന്നെ മേലെ നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് സെസമി സീഡ്സും മല്ലിയിലയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് വേണമെങ്കിൽ ചേർക്കാം, വേണ്ടെങ്കിൽ വേണ്ട. ഇനി നമുക്ക് ഒരു പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഞാനൊരു 20 മിനിറ്റ്സോളം എടുത്തു കേട്ടോ ബേക്ക് ചെയ്യാൻ.